Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 മെയ് 21 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ ആൽ ഖലീഫ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അബുദാബിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനും UAEയും തമ്മിലുള്ള അടുത്ത ബന്ധങ്ങൾ, വികസനങ്ങൾ, അഭിവൃദ്ധി എന്നിവയിലെ പിന്തുണയും സഹകരണവും ഇരുവരും ചർച്ച ചെയ്തു. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചും പൊതുതാൽപര്യമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ചും ഇവർ സംസാരിച്ചു. ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, പ്രസിഡൻഷ്യൽ കോർട്ട് ഫോർ സ്പെഷ്യൽ അഫയേഴ്സ് ഡെപ്യൂട്ടി ഹെഡ്, UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ്, ഇരു രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ബ്രിട്ടനിലെ സന്ദർശനത്തിന് ശേഷമാണ് ഹമ്മദ് രാജാവ് UAEയിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ശക്തമായ ബന്ധങ്ങൾ മന്ത്രിമാർ വിലയിരുത്തി. വിവിധ മേഖലയിലുണ്ടായ പുരോഗതിയും സഹകരണ സാധ്യതകളും നേതാക്കൾ അവലോകനം ചെയ്തു. പ്രാദേശിക വികസനം, സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ആഗോള ശ്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും ഇരുവരും ആശയവിനിമയം നടത്തി. പരസ്പര താൽപര്യത്തിന്റെ വിഷയങ്ങളിൽ ഏകോപനം നടത്താൻ മന്ത്രിമാർ തീരുമാനിച്ചു. 2024 കണക്കുകൾ പ്രകാരം ബഹ്റൈനിൽ ആകെ ജനസംഖ്യ 15,94,654 കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ജനസംഖ്യയിൽ പകുതിയിലധികവും പ്രവാസികളാണ്. 8,48,934 പേരാണ് അന്യരാജ്യക്കാരായി ഇവിടെ താമസിക്കുന്നത്. ഇത് ആകെ ജനസംഖ്യയുടെ 53.4% വരും. 2023 ബഹ്റൈൻ്റെ ആകെ ജനസംഖ്യ ഏകദേശം 15,77,000 ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഖുദൈബിയ കൊട്ടാരത്തിൽ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ജനസംഖ്യാ സെൻസസ് സംബന്ധിച്ച മെമ്മോ മന്ത്രിസഭ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു. കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാരാണ് ബഹ്റൈനിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം. 2024 അവസാനത്തോടെ ഏകദേശം 3,50,000 ഇന്ത്യക്കാരാണ് ബഹ്റൈനിൽ താമസിക്കുന്നത്. മുഹർ ഗവർണറേറ്റിൽ മയക്കുമരുന്ന് വിൽപ്പനയും കൈവശം വയ്ക്കലുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സംഭവങ്ങളിൽ ഏഷ്യൻ പൗരന്മാരെ പോലീസ് പിടികൂടി. പോലീസ് ഇവരിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തു. മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നതായി റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കേസ് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് കൈമാറാൻ നിയമ നടപടികൾ ആരംഭിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായി ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. പ്രത്യേക പരിശോധനാ സംഘം നടത്തിയ ഫീൽഡ് വിസിറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിച്ചത്. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും അധികൃതർ വ്യക്തമാക്കി.
ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വെസ്റ്റ് റിഫ ദിശ സെന്ററിൽ നടന്ന സംഗമം യൂനുസ് സലീമിന്റെ ഉദ്ബോധന ക്ലാസോടെയാണ് ആരംഭിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ MM ആമുഖ പ്രഭാഷണം നടത്തി. ജാസിർ PP പഠന ക്ലാസ് നടത്തിയ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി സ്വാഗതം ആശംസിച്ചു. വാർഷിക റിപ്പോർട്ട് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ അവതരിപ്പിച്ചു. അമൽ, തഹിയ, ഫാറൂഖ്, ഷമ്മാസ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. റിഫ ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് അഹമ്മദ് റഫീഖ് സമാപനം നിർവഹിച്ചു.